Hi dears and welcome to a new video. Calicut യൂണിവേഴ്സിറ്റിയുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഡിഗ്രി അഡ്മിഷൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ 23-24 അപ്ലിക്കേഷൻസ് കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന UG കോഴ്സസിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയാൻ പോകുന്നത്. അതേപോലെ അപ്ലിക്കേഷൻ ഡേറ്റ്സും ഫീസും മറ്റു കാര്യങ്ങളും ഏതൊക്കെ കോഴ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കം ടു ദിസ് വീഡിയോ. ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അതേപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആൻഡ് ഓൾസോ ഷെയർ ദീസ് വീഡിയോസ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ സൈറ്റാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അതായത് sde.uoc.ac.in എന്നതാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ സൈറ്റ്. ഓക്കെ, www.sde.uoc.ac.in. അപ്പോൾ ഈ വെബ്സൈറ്റിൽ UG-PG അപ്ലിക്കേഷൻസ് ഇവിടെ കാണാം. UG-PG അപ്ലിക്കേഷൻ പ്രോസ്പെക്ടസ്, നോട്ടിഫിക്കേഷൻ, പ്രസ് റിലീസ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. നമുക്ക് UG അഡ്മിഷൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. സോ UG അഡ്മിഷൻ പ്രോഗ്രാംസ് കോൾ ഫോർ ചെയ്തിട്ടുള്ള പ്രോഗ്രാംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. കോഴ്സസ് ഓഫേർഡ്: BA അഫ്സൽ ഉലുലാമ പൊളിറ്റിക്കൽ സയൻസ്. ഓക്കെ, BBA ഫിനാൻസ് മാർക്കറ്റിംഗ് ഹ്യൂമൻ റിസോഴ്സസ്. BCom ഫിനാൻസ് കോർപ്പറേഷൻ. അപ്പോൾ ഇത്രയും കോഴ്സസിനെയാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി UG പ്രോഗ്രാംസിലേക്ക് കോൾ ഫോർ ചെയ്തിട്ടുള്ളത്. മോഡ് ഓഫ് അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം. കൂടെ തന്നെ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങൾ സൈൻ ചെയ്യാനുള്ള ഏരിയ ഒക്കെ സൈൻ ചെയ്ത് ഫോട്ടോ ഒട്ടിച്ചിട്ട് ഗസറ്റഡ് ഓഫീസറിനെ കൊണ്ട് ആ ഫോട്ടോ അറ്റസ്റ്റ് ചെയ്യിപ്പിക്കാം. ആൻഡ് നിങ്ങളുടെ നെസസറി ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൂടെ വെച്ചിട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് സെൻഡ് ചെയ്യുക, അയയ്ക്കുക. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്ത ഡേറ്റിന് 5 ദിവസത്തിനുള്ളിൽ യൂണിവേഴ്സിറ്റിയിൽ ഈ ആപ്ലിക്കേഷൻ എത്തിയിരിക്കണം. ഓക്കെ, ഓഫ്ലൈൻ കോപ്പി, അതായത് ഓൺലൈൻ അപ്ലൈ ചെയ്യുക, പിന്നെ ഈ പ്രിൻ്റ് ഔട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് സെൻഡ് ചെയ്യുക. ഫീ ഡീറ്റെയിൽസ് വരുന്നത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണെന്നുള്ളത് പറഞ്ഞുതരാം. ഫീ ഡീറ്റെയിൽസ് വരുന്നത് അഡ്മിഷൻ ഫീ 1395 റുപ്പീസ്. പിന്നെ ട്യൂഷൻ ഫീ ഓരോ കോഴ്സിനും പറഞ്ഞിട്ട് 1625, 1855, 3480. ഓക്കെ, BA BCom BBA. മെട്രിക്കുലേഷൻ ഫീ 125, റീമെട്രിക്കുലേഷൻ ഫീ 180, റെക്കഗ്നിഷൻ ഫീ 125, പോസ്റ്റൽ ചാർജ് 65. ഈ മെട്രിക്കുലേഷൻ ഫീ എന്നൊക്കെ പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റിൽ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസാണ് മെട്രിക്കുലേഷൻ ഫീ വേണം. നിങ്ങൾ ഓൾറെഡി ഒരു പ്രാവശ്യം പഠിച്ചിട്ട് പിന്നെ വേറെ യൂണിവേഴ്സിറ്റിയിൽ പോയി തിരിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് വരികയാണെങ്കിൽ റീമെട്രിക്കുലേഷൻ ഫീ. ആൻഡ് റെക്കഗ്നിഷൻ ഫീ എന്ന് പറഞ്ഞാൽ വേറെ സ്റ്റേറ്റിൽ വേറെ ബോർഡിലൊക്കെ ക്വാളിഫൈ ചെയ്തവർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ കൊടുക്കേണ്ടതാണ് റെക്കഗ്നിഷൻ ഫീ. പിന്നെ വരുന്നത് നമുക്ക് കാണേണ്ടത് പേയ്മെൻറ്റ്, വെബ് പേയ്മെൻറ്റ് സിസ്റ്റമാണ്. അഡീഷണൽ ഡിഗ്രി, അതായത് നിങ്ങൾ ഓൾറെഡി ഒരു ഡിഗ്രി ഹോൾഡർ ആണ്, കൂടെ ഒരു ഡിഗ്രിയും കൂടി അഡീഷണൽ ഡിഗ്രി എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം. നിങ്ങളുടെ ഡിഗ്രീൻ്റെ ഒറിജിനലിൻ്റെ കോപ്പി അയക്കണം, അറ്റസ്റ്റഡ് കോപ്പി അയക്കണം. പിന്നെ മാർക്ക് റിലാക്സേഷനോ ഫീ കൺസെഷനോ ഒന്നും തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കില്ല. ഓക്കെ, ഇനി അപ്ലിക്കേഷൻ ഡേറ്റ് വരുന്നത് ഓൺലൈൻ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 9/6/2023 നാളെയാണ്. പിന്നെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ 31/7/2023. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ടൈം ഉണ്ട് അപ്ലൈ ചെയ്യാൻ. അത്യാവശ്യം ഒരു ഹ്യൂജ് ടൈം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പിന്നെ പ്രിൻ്റ് ഔട്ട് യൂണിവേഴ്സിറ്റിയിൽ 5 ദിവസത്തിനുള്ളിൽ എത്തണം. നിങ്ങൾ അപ്ലൈ ചെയ്ത ഡേറ്റിൽ നിന്ന് 5 ദിവസത്തിനുള്ളിൽ യൂണിവേഴ്സിറ്റിയിൽ പ്രിൻ്റ് ഔട്ട് എത്തണം. ഓക്കെ, പിന്നെ അഡ്രസ്സ്, നിങ്ങൾ അയക്കേണ്ട അഡ്രസ്സ് ഈ പറയുന്നതാണ്. ദ ഡയറക്ടർ, സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, PO മലപ്പുറം 673635. ഫോൺ നമ്പറും മെയിൽ ഐഡിയും മറ്റ് ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്, വെബ്സൈറ്റും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഡോക്യുമെൻറ്റ്സ് ടു ബി സബ്മിറ്റഡ് അലോങ് വിത്ത് ദ ആപ്ലിക്കേഷൻ. TCയുടെ ഒറിജിനൽ TC ഫ്രം ഇൻസ്റ്റിറ്റ്യൂട്ട് ലാസ്റ്റ് സ്റ്റഡീഡ്, ഒറിജിനൽ ആൻഡ് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് ഓഫ് ക്വാളിഫയിങ് സർട്ടിഫിക്കറ്റ് ആൻഡ് മാർക്ക് ലിസ്റ്റ്. +2ൻ്റെ സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റും ഒറിജിനലും വേണം, സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയും വേണം. പിന്നെ SSLCയുടെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി, ഏജ് പ്രൂഫ് കാണിക്കുന്നത്, പിന്നെ ആധാർ കാർഡ്, പാൻ കാർഡ്, എങ്ങനെ ഏതെങ്കിലും ഒരു ID കാർഡിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി. സെൽഫ് അഡ്രസ്ഡ് ഒരു എൻവലപ്പ് വേണം, സൈസ് 30 cm/25 cm എൻവലപ്പ്. അത് സ്റ്റാമ്പ് ഒന്നും ഒട്ടിക്കണ്ട, സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു എൻവലപ്പ് അയയ്ക്കുക. മാർക്ക് റിലാക്സേഷനൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഉള്ള സർട്ടിഫിക്കറ്റ്സ് അയയ്ക്കുക. പിന്നെ ഏതെങ്കിലും ഒരു കൺസെഷൻ SC ST OEC കൺസെഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് കോപ്പി അയയ്ക്കുക. പിന്നെ
NIOS സ്കൂളിംഗ് വഴി, ഓപ്പൺ സ്കൂളിംഗ് വഴിയാണ് നിങ്ങൾ +2 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെക്കഗ്നിഷൻ സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ ഇനി ഏതെങ്കിലും അതർ ഡിഗ്രി നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് ഡിസ്കണ്ടിന്യൂ ചെയ്യുകയോ ക്യാൻസൽ ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്യാൻസലേഷൻ മെമ്മോ വേണം. അഡീഷണൽ ഡിഗ്രിക്കാരാണെങ്കിൽ നിങ്ങളുടെ ഓൾറെഡി ഉള്ള ഡിഗ്രിയുടെ ഡീറ്റെയിൽസും അതിൻ്റെ സർട്ടിഫിക്കറ്റും വേണം. പിന്നെ കേരളത്തിൽ നിന്നല്ലാതെ നിങ്ങൾ ഹയർ സെക്കൻഡറി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് വേണം. ആൻഡ് പിന്നെ വിഷ്വലി ചാലഞ്ച് സ്റ്റുഡൻസിന് മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി വേണം. ആൻറ്റി ഡൗറി ഡിക്ലറേഷൻ ഫിൽഡ് ആൻഡ് സൈൻഡ് ബൈ സ്റ്റുഡൻറ്റ് ആൻഡ് പാരൻറ്റ് അതും വേണം. അപ്പോൾ ആൻറ്റി ഡൗറി ഡിക്ലറേഷൻ എന്ന് പറയുന്നത് ഈ ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഉണ്ട്, അത് കൂടെ പ്രിൻ്റ് എടുക്കാനായിട്ട് ഓർമ്മിക്കാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കോപ്പീസ് മാത്രമാണ് ആക്സെപ്റ്റ് ചെയ്യുക, കളർ ഫോട്ടോ കോപ്പീസ് ആവശ്യമില്ല. ഓക്കെ, അതെല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത്. സോ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നാളെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് 9th 9/6/2023 തുടങ്ങിയിട്ട് 31/7/2023 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ഡേറ്റ്സ് ഒക്കെ ഒന്ന് നോക്കുക. പിന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്താൽ പെട്ടെന്ന് തന്നെ ഈ സൈനൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ഫോട്ടോ അറ്റസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുക. 5 ഡേയ്സിനുള്ളിൽ യൂണിവേഴ്സിറ്റിയിൽ എത്തുന്ന പോലെ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഡിഗ്രി അഡ്മിഷൻ്റെ ഡീറ്റെയിൽസ്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഡിഗ്രി അഡ്മിഷൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടെ തന്നെ ഷെയർ ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.